19 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിന് അടിയന്തര ഹൃദയ ശസ്ത്രക്രിയക്ക് എത്തിച്ചേരാൻ സർക്കാരിൻ്റെ കനിവ് കാത്തിരിക്കുകയാണ് ബഹ്റിനിലെ ഒരു കുടുംബം. ബഹ്റിനിൽ നിന്നും കരിപ്പൂർ വിമാനത്താവളത്തിൽ നാളെ രാത്രിയോടെ എത്തിച്ചേരുന്ന കുഞ്ഞിനെ അടിയന്തരമായി തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിലാണ് എത്തിക്കേണ്ടത്. കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കാൻ സർക്കാർ ഹെലികോപ്റ്റർ അനുവദിക്കണമെന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യം. നമസ്കാരം ടീച്ചർ, എൻ്റെ പേര് ഷാജി. ഞാൻ ബഹ്റിനിൽ നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. എൻ്റെ 20 ദിവസം പ്രായമുള്ള ഒരു കുട്ടിയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ലൈവിൽ വന്നിരിക്കുന്നത് ടീച്ചർ. ഇപ്പോൾ എൻ്റെ കുട്ടിക്ക് ഇപ്പോൾ അടിയന്തരമായിട്ടൊരു സർജറി ആവശ്യമുണ്ട്, ഹൃദയ ശസ്ത്രക്രിയ. ഇവിടുത്തെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് ഇവിടുന്ന് ഈ സർജറി പറ്റില്ല, അതുകൊണ്ട് നാട്ടിൽ പോയിട്ട് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ഇന്ത്യൻ എംബസിയും എയർ ഇന്ത്യയൊക്കെ ചേർന്നിട്ട് എല്ലാം പോകേണ്ട എല്ലാ കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്ത് റെഡി ആയിട്ടുണ്ട്. നാളെയാണ് എൻ്റെ യാത്ര. എൻ്റെ ഭാര്യയും കുട്ടിയുമാണ് വരുന്നത്, ഞാൻ വരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ശ്രീചിത്ര ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം നല്ല ഫലപ്രദമായി നടക്കുന്നതാണ് അവിടുത്തെ ഡോക്ടർമാരൊക്കെ പറയുന്നത്. അതുകൊണ്ട് ടീച്ചർ എന്തെങ്കിലും തരത്തിൽ കോഴിക്കോട് നിന്ന് ശ്രീചിത്രയിലേക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നാളെ രാത്രി 11 മണിക്കാണ് കോഴിക്കോട് ലാൻഡിങ്. അപ്പോൾ ടീച്ചർ ഈ കാര്യത്തിൽ മുൻഗണന എടുത്ത് എന്നെ എൻ്റെ കുഞ്ഞിനെയും അമ്മയെയും വേണ്ട രീതിയിൽ എല്ലാം ചെയ്തു തന്ന് കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന് നിങ്ങളെ സഹായിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ അപേക്ഷ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണണം, ആരോഗ്യമന്ത്രി കെ ശൈലജ കാണണം. ഞങ്ങളുടെ പ്രതിനിധി ഷിജിൻ ചേരുന്നു കോഴിക്കോട് നിന്നും. ഷിജിൻ, നാളെ രാത്രി 11 മണിക്കാണ് കരിപ്പൂരിൽ ഈ കുഞ്ഞ് എത്തിച്ചേരുന്നത്. അടിയന്തരമായി തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിൽ ഈ കുഞ്ഞിനെ എത്തിക്കേണ്ടതുണ്ട്. കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കാൻ സർക്കാർ ഹെലികോപ്റ്റർ അനുവദിക്കണമെന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യം. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പ്രാഥമിക നടപടികൾ ആയോ? ഈ ആവശ്യം, ഈ കുഞ്ഞിൻ്റെ ആവശ്യം അധികൃതരുടെ ചെവിയിലെത്തിയോ? ഷിജിൻ, കേൾക്കാം. അതിൽ ഏറ്റവും പ്രധാനമായി സൂചിപ്പിക്കാനുള്ളത് ഈ ഒരു കുട്ടിയുടെ പ്രായമാണ്. കുട്ടിക്ക് 19 ദിവസം മാത്രമാണ് പ്രായമുള്ളത്. അതുകൊണ്ട് തന്നെ ഏറെ ക്രിട്ടിക്കലായ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. കുട്ടി ബഹ്റിനിലാണ് ജനിച്ചു വീണത്. കേരളത്തിൽ കൊറോണ പ്രതിസന്ധി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഭാര്യയും കുട്ടിയെയും നാട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്ത ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം 7 മാസം പ്രായമായപ്പോൾ തന്നെയായിരുന്നു, ആ ഒരു സമയത്ത് തന്നെയായിരുന്നു കുട്ടി പ്രസവിച്ചിരുന്നത്. ആ സമയത്താണ് ഹൃദയത്തിൽ ചെറിയൊരു തകരാറുകൾ സംഭവിച്ചതായി ഡോക്ടർ നിർദ്ദേശിച്ചത്, ബഹ്റിനിലെ ഡോക്ടർ നിർദ്ദേശിച്ചത്. അവിടെ നിന്നും ആ ഒരു ശസ്ത്രക്രിയ നടത്താൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങളും സാധ്യതകളും ഇല്ലാത്തതുകൊണ്ട് കേരളത്തിലേക്ക് മടങ്ങിച്ചെല്ലണമെന്നും ശ്രീചിത്ര ആശുപത്രിയിലേക്ക് ചെന്നാൽ മാത്രമേ ഇത്തരത്തിൽ ഒരു സർജറി പൂർണ്ണമായും കംപ്ലീറ്റ് ആക്കാൻ സാധിക്കൂ എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള സന്നദ്ധ പ്രവർത്തകർ ശ്രീചിത്ര ആശുപത്രിയിലേക്ക് ബന്ധപ്പെടുകയും അവിടെയുള്ള ഡോക്ടർ പൂർണ്ണ സമ്മതം നൽകിയിരിക്കുകയാണ്. കുട്ടിയെ ഇവിടെ എത്രയും പെട്ടെന്ന് എത്തിക്കുകയാണെങ്കിൽ അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ കുട്ടിയെ ഇവിടേക്ക് എത്തിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് ഡോക്ടറുമായി ബന്ധപ്പെട്ട സമയത്ത് അറിയാൻ കഴിഞ്ഞത്. ഇതിലേറ്റവും പ്രധാനമായി പറയാനുള്ളത് കുട്ടിയുടെ പ്രായം തന്നെയാണ്. 19 ദിവസം മാത്രമാണ് കുട്ടിക്ക് പ്രായം. നാളെ ബഹ്റിനിൽ നിന്നും കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് ഇവർ രാത്രി 11 മണിയോടുകൂടിയാണ് എത്തുക. അവിടെ നിന്നും നേരെ കോഴിക്കോടുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. എന്തെന്നാൽ ഈ ഒരു വിമാനത്തിൽ നിന്നും ഇറങ്ങിയ ആ ഒരു സമയത്ത് കുട്ടിയുടെ ശരീര താപനില എല്ലാം ഒന്നും ശരിയാക്കാൻ വേണ്ടിയാണ് ഈ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. അവിടെ നിന്നും ഇവർക്ക് ഹെലികോപ്റ്റർ മാർഗം വഴി, അതായത് എത്രയും പെട്ടെന്ന് ഈ ഒരു തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിലേക്ക് എത്തണമെങ്കിൽ ഹെലികോപ്റ്റർ മാർഗം വഴി മാത്രമേ എത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. റോഡ് മാർഗം വഴിയാണെങ്കിൽ അത് കുറേയേറെ സമയമെടുക്കും. അത്
വലിയൊരു ഭീഷണി തന്നെയാണ് നിലനിൽക്കുന്നത്. എന്തെന്നാൽ കുട്ടിയുടെ പ്രായം കണക്കിലെടുത്ത് ഇത്രയും ദൂരം സഞ്ചരിക്കുക, ശസ്ത്രക്രിയ, ഹൃദയത്തിൽ ചെറിയ തകരാറ് ഉള്ള കുട്ടി കൂടിയാണ്. 19 ദിവസം മാത്രമാണ് കുട്ടിയുടെ അതുകൊണ്ട് തന്നെ റോഡ് മാർഗം വഴി ശ്രീചിത്രയിലേക്ക് കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തേക്ക് എത്താൻ വേണ്ടി കഴിയുന്നത് ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മന്ത്രി ഇത്തരത്തിൽ ഹെലികോപ്റ്റർ വിട്ടു നൽകണം, തങ്ങളുടെ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ഹെലികോപ്റ്റർ വിട്ടു നൽകണം എന്ന് കുടുംബം സഹായവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അത്തരത്തിൽ ഹെലികോപ്റ്റർ വിട്ടു നൽകിയാൽ മാത്രമേ കുഞ്ഞിന്റെ ബന്ധു സജീവൻ ചേരുന്നു. സജീവൻ, ജില്ലാ ഭരണകൂടം ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ? നിങ്ങൾ ആരെയെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഇങ്ങനെ കുഞ്ഞ് വരുന്നു, ആ കുഞ്ഞിന് അടിയന്തരമായി തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിൽ എത്തണം, അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കണം എന്ന് ജില്ലാ ഭരണകൂടത്തെ ഇതിനകം അറിയിച്ചിട്ടുണ്ടോ? ഇന്നലെ വൈകുന്നേരമാണ് ബഹ്റിനിൽ നിന്ന് അവിടുത്തെ സന്നദ്ധ പ്രവർത്തകർ ഇങ്ങനൊരു സംഭവം വിളിച്ചു പറയുന്നത്. അപ്പോൾ അവർ വളരെ ക്രിട്ടിക്കലായിട്ടാണ് കുട്ടിയുടെ സ്ഥിതിയുള്ളത്. കോഴിക്കോട് നമ്മൾ അവിടുന്ന് ബഹ്റിനിൽ നിന്ന് വരുന്ന എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. എമർജൻസി ആയിട്ട് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ എത്തിക്കണം, അതിന് സൗകര്യം ചെയ്തു തരണം എന്നുള്ള രീതിയിലാണ് വിളിച്ചവർ സംസാരിച്ചത്. അപ്പൊ ഇന്നലെ തന്നെ നമ്മൾ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറെ വിളിച്ചു, അവരടുത്ത് സംസാരിച്ചു. അപ്പൊ അവർ അതിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ തരാൻ വേണ്ടി പറഞ്ഞു. അതായത് കുട്ടിയുടെ മെഡിക്കൽ റിപ്പോർട്ട് ഡീറ്റെയിൽസ് തരണം എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അവിടുന്ന് ബഹ്റിനിൽ നിന്ന് അവർ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തു. കുട്ടിയുടെ അച്ഛൻ ഒരു റിക്വസ്റ്റ് എന്നുള്ള രീതിയിൽ അസുഖം മുഴുവൻ പറഞ്ഞുകൊണ്ട് സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു അപേക്ഷ അവരുടെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കൊടുത്തു. അപ്പൊ രാവിലെ ടീച്ചറായിട്ട് ബന്ധപ്പെട്ടു. ടീച്ചർ പറഞ്ഞു നമ്മൾ അതിന്റെ സൗകര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു. ആംബുലൻസിന്റെ സൗകര്യം ചെയ്യാന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ആംബുലൻസ് എന്ന് പറയുന്ന സമയത്ത് ക്രിട്ടിക്കലാണ് സ്ഥിതിയുള്ളത്. അവിടെ നിന്ന് ഒരു 4 മണിക്കൂർ യാത്ര ചെയ്ത് ഇവിടെ കോഴിക്കോട് വന്ന് ഇവിടുന്ന് ആംബുലൻസിൽ പോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് പ്രതീക്ഷിക്കുന്നത് ഡോക്ടർ പറഞ്ഞത് ഹെലികോപ്റ്റർ തന്നെ കൊണ്ടുവരണം എന്നുള്ളതാണ്. മെഡിക്കൽ സംഘം കൂടെ ഉണ്ടാകണം, വളരെ ക്രിട്ടിക്കൽ എന്നാണ് പറഞ്ഞത്. പക്ഷെ അതിനുശേഷം ഒരു വേണ്ട രീതിയിലൊരു പ്രതികരണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. വൈകുന്നേരം വരെ ഞങ്ങൾ കാത്തു നിന്നു, യാതൊരു മറുപടിയും ഉണ്ടായിട്ടില്ല. ഉച്ചക്ക് വിളിച്ചപ്പോൾ മീറ്റിംഗിലാണെന്ന് പറഞ്ഞു. ഒരു വേണ്ട രീതിയിലൊരു പ്രതികരണം ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഞങ്ങൾ അവിടെ കോഴിക്കോട് സജീവൻ, ഇതാണോ ഈ സർക്കാർ ആവർത്തിക്കുന്ന കരുതൽ? 19 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിന് അടിയന്തര ഹൃദയ ശസ്ത്രക്രിയ ആവശ്യമാണ്, അവർക്ക് തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിൽ എത്തിച്ചേരണം, സർക്കാരിൻ്റെ കൈവശം ഹെലികോപ്റ്ററുണ്ട്, അതിന് വാടക കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ആ ഹെലികോപ്റ്റർ ഈ കുഞ്ഞിനെ കൊണ്ടുവരാനായി അയക്കേണ്ടതല്ലേ കരിപ്പൂരിലേക്ക്? അല്ല, അത് തന്നെയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. നമ്മൾ ഇന്നലെ രാത്രി വിളിച്ചു, രാവിലെ ബന്ധപ്പെട്ടു. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു ക്രിട്ടിക്കൽ സ്റ്റേജ് വരുമ്പോൾ അതിനൊരു പ്രതികരണം ഉണ്ടാകണ്ടോ? ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ ഹെലികോപ്റ്റർ പറ്റില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു വ്യക്തമായ മറുപടി അധികൃതരുടെ ഭാഗത്ത് ഉണ്ടാകണം. പക്ഷെ വൈകുന്നേരം വരെ കാത്തിട്ടും യാതൊരു വിവരവും ഇല്ലാത്ത സമയത്ത് കോഴിക്കോട് സേവാഭാരതിയുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടു, സഹായം അഭ്യർത്ഥിച്ചു. സേവാഭാരതി അവിടുന്ന് ICU സംവിധാനമുള്ള ആംബുലൻസ് ഏർപ്പാട് ചെയ്തു. കോഴിക്കോട് നിന്ന് 2 ഡോക്ടർമാർ അതുപോലെ തന്നെ നഴ്സുമാരുമുള്ള മെഡിക്കൽ സംഘത്തെയും ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് കോഴിക്കോട് നിന്ന് പോകുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ എറണാകുളം അമൃത ഹോസ്പിറ്റൽ കാണിക്കാനും എല്ലാ സംവിധാനങ്ങളും സേവാഭാരതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ 24 മണിക്കൂർ നേരം നമ്മൾ ഗവൺമെന്റിന്റെ മറുപടി കാത്ത് നമ്മൾ നിൽക്കുകയായിരുന്നു. പക്ഷെ ഒരു പ്രതീക്ഷക്ക് വകയുള്ള ഒരു മറുപടിയും കിട്ടിയിട്ടില്ല. അതിനുശേഷമാണ് ഇത്തരത്തിൽ ബന്ധപ്പെട്ടത്. വളരെ ക്രിട്ടിക്കലാണ്. തിരുവനന്തപുരത്ത് ഈ കുട്ടിയെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡോക്ടറുമായി ഞങ്ങൾ ബന്ധപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞത് വളരെ സീരിയസ് ആണ്, നിങ്ങൾ ഫ്ലൈറ്റിൽ കോഴിക്കോട് വന്നാൽ ഡയറക്റ്റ് കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല, അവിടുത്തെ ഏതെങ്കിലും ഡോക്ടറുമായി കൺസൾട്ട് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് വരാനുള്ള ആരോഗ്യസ്ഥിതി കുട്ടിക്കുണ്ടോ എന്ന് ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാത്രമേ കൊണ്ടുവരാൻ വേണ്ടി പാടുള്ളൂ. അത്ര സീരിയസ് ആണ് കുട്ടിയുടെ സ്ഥിതി. പക്ഷെ യാതൊരു മറുപടിയും അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. വളരെ ഒരു മോശമായൊരു പ്രതികരണമാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന്. സജീവൻ, ഞങ്ങളിപ്പോൾ താങ്കളോട് സംസാരിക്കുന്ന ഈ സമയത്ത് തന്നെ ആരോഗ്യമന്ത്രി KK ശൈലജയെ ടെലിഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഫോൺ എടുക്കുന്നില്ല. സജീവൻ, രാവിലെ ഒരു 7 മണി മുതൽ 12 മണി വരെ വിളിച്ചപ്പോഴും ഫോൺ റിങ് ചെയ്യുന്നു, എടുത്തിട്ടില്ല. രാവിലെ അദ്ദേഹത്തിന്റെ PA ഫോൺ എടുത്തിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ ആംബുലൻസിന്റെ സംവിധാനം ചെയ്യുന്നുണ്ട് എന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് PA ആണ്. ആരോഗ്യമന്ത്രി പോലും പറഞ്ഞിട്ടില്ല. ഉച്ചക്ക് വിളിച്ചപ്പോ ടീച്ചർ പറഞ്ഞു ഞാനൊരു മീറ്റിംഗിലാണ് സജീവ, ഞാൻ തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെയായിട്ടും തിരിച്ചു വിളിച്ചിട്ടില്ല, ഒരു മറുപടിയും ഉണ്ടായിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് എന്തായാലും നാളെ 9 മണിക്ക് കുട്ടി എയർപോർട്ടിൽ വരും.
അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്യണം. അപ്പോൾ അഭ്യർത്ഥിക്കാൻ പറ്റുന്നത് പിന്നെ സേവാഭാരതിയാണ്. സേവാഭാരതിയുടെ അടുത്ത് ചോദിച്ചു 1 മണിക്കൂർ കൊണ്ട് അവർ വിവരം തന്നു. ഞങ്ങൾ ആംബുലൻസ് ഉണ്ട്, ICU സംവിധാനമുള്ള ആംബുലൻസ് ഉണ്ട്, ഡോക്ടർ ഉണ്ട്, കാർഡിയോളജിസ്റ്റ്, ഡോക്ടർ, പീഡിയാട്രിഷ്യൻ അവർ കൂടെ ഉണ്ടാവും, 2 നഴ്സുമാരുണ്ടാവും. നിങ്ങൾക്ക് പോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എറണാകുളത്ത് അമൃത ഹോസ്പിറ്റൽ അതിന്റെ സംവിധാനങ്ങൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരു ആത്മവിശ്വാസവും അതുപോലെ തന്നെ ഒരു ധൈര്യവും ചെയ്യുന്ന ഒരു മറുപടിയാണ് സേവാഭാരതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, നന്ദി സജീവൻ പ്രതികരിച്ചതിന്. എന്തായാലും ആംബുലൻസ് അല്ല വേണ്ടത്, ഹെലികോപ്റ്ററാണ് വേണ്ടത്. സർക്കാരിൻ്റെ കൈവശം ഹെലികോപ്റ്ററുണ്ട്. സർക്കാർ അതിന് പ്രതിമാസം വാടക നൽകിക്കൊണ്ടിരിക്കുകയാണ്. 19 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞ് സർക്കാരിൻ്റെ കനിവിനായി കാത്തിരിക്കുകയാണ്. അടിയന്തര ഹൃദയ ശസ്ത്രക്രിയക്ക് എത്തിച്ചേരാൻ സർക്കാർ കനിവ് കാണിക്കണം. പക്കലുള്ള ഹെലികോപ്റ്റർ കരിപ്പൂരിലേക്ക് അയക്കണം. എന്തായാലും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും അതുപോലെ ആരോഗ്യമന്ത്രി KK ശൈലജയെയും ബന്ധുക്കൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അനുകൂല പ്രതികരണം ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. ജനം TV-യിലൂടെ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, ഈ കുഞ്ഞിനോട് കനിവ് കാണിക്കണം, അടിയന്തരമായി ഹെലികോപ്റ്റർ സൗകര്യം ഏർപ്പെടുത്തണം എന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്.